ഹലോ ഫ്രാൻസ്. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ലാലേട്ടന്റെ ഇന്ന് റിലീസായ ഏറ്റവും പുതിയ ചിത്രം തുടരും എന്ന സിനിമയാണ്. തുടരണം ഇതേപോലുള്ള സിനിമകൾ മലയാളത്തിൽ, എന്നാലേ മലയാള ഇൻഡസ്ട്രി, മലയാള സിനിമാ മേഖല ഒരു ഉണർവുണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് സിനിമയിലേക്ക് വരാം. ഒന്നും പറയാനില്ല, അടിച്ച് പൊളിച്ച് തിമിർത്താണ്. ഒരു തിയേറ്റർ കത്തിക്കുന്നുള്ള ഉറപ്പാ. അജ്ജാതി പൊളി സിനിമ. കാരണം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ലാലേട്ടൻ ഇതേപോലുള്ള ക്യാരക്ടറുകളാണ് കൂടുതൽ സൂട്ടാവുക. ദൃശ്യം മോഡലുള്ള ആ ഒരു കുടുംബ നാട്ടും പ്രദേശം, അത് മൂപ്പര് അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതൊരു പകുതി വരെ നമ്മളെ ഒരു മൂപ്പരതായ ലാലേട്ടൻ്റെതായ കളിയും ചിരിയും തമാശയും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു പകുതി വരെ നമ്മൾ തീരെ ഒരു സെക്കൻഡ് പോലും ലാഗ് അടുപ്പിക്കുന്നില്ല. ആ ലെവലിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. പകുതി ഹാഫിന് ശേഷമാണ് പിന്നെ ഒരു ത്രില്ലർ ബേസിലേക്ക് കഥ അങ്ങോട്ട് പോകുന്നത്. ഓരോ സെക്കൻഡും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് എന്താവും അടുത്ത സീന്, എന്താവും അടുത്ത നിമിഷം എന്നുള്ള ആ ഒരു ഇതിങ്ങനെ മൈൻഡ് ഇങ്ങനെ സിനിമ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഓരോ നിമിഷവും നമുക്കൊരു പിടുത്തവും തരാതെ, ഒരു പിടിയും തരാതെ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ അടുത്തൊന്നും തിയേറ്ററിൽ പോയി കണ്ട സിനിമയിൽ എനിക്ക് ഇനി ഒന്നുകൂടി പോയി തിയേറ്ററിൽ പോയി കാണണമെന്ന് ഈ അടുത്തുള്ള സിനിമ ഒന്നും കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇത് ഒന്നുകൂടി കാണും തിയേറ്ററിൽ പോയിട്ട് എന്നുള്ളത് തോന്നിപ്പിക്കലും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് ഇതിൽ. അടിപൊളി, ഒന്നും പറയാനല്ല. അടുത്ത ലാലേട്ടന്റെ ഒരു 100 കോടി 200 കോടി ചിത്രമാവുന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഈ വെക്കേഷനിൽ ഒരു അടിപൊളി തകർപ്പൻ സിനിമയായിട്ട് ഒരു മെഗാ ഹിറ്റായി തുടരും മാറും എന്നുള്ളതിൽ നിസ്സംശയം എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, അടുത്ത സിനിമയുടെ റിവ്യൂ ആയിട്ട് വീണ്ടും വരാം. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണാം. അടിപൊളി സൂപ്പർ സിനിമ ആണ്. ഓക്കെ.